പോയ വാരത്തിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ വീണ്ടും തെളിഞ്ഞു കാണുന്നത് PM ശ്രീ തന്നെയാണ്. നമ്മുടെ പുതിയ മന്ത്രിസഭ, പ്രത്യേകിച്ചും പുതിയ മുഖ്യമന്ത്രി ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ വലിയ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളിൽ ഓരോന്നായി കൺമുന്നിൽ അതിന് നേരെ തിരിച്ചുള്ള നടപടികളിലേക്ക് പോകുമ്പോഴും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെയാണ് ചെയ്യുന്നതെന്നാണ്. നേരത്തെയും ഇപ്പോഴും, ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടിപ്പോൾ മന്ത്രിസഭയുടെ ഉപസമിതി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ UDF കൂടുന്നു. ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള UDFൻ്റെ ആദ്യത്തെ യോഗം. UDF കൂടുന്നു, മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നു. PM ശ്രീ ഇടതുപക്ഷ മുന്നണി ഒപ്പിട്ട കരാറിൽ തുടർന്ന് തന്നെ പോകാൻ നിർബന്ധിതമാണ്, അതുകൊണ്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഔദ്യോഗികമായി UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ് പറയുന്നു PM ശ്രീ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകാൻ ഗവൺമെൻറ്റിനാവില്ല, കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. അതിൽ പദ്ധതിയിൽ ഒപ്പിടുകയും പണം വാങ്ങുകയും ചെയ്ത സ്ഥിതിക്ക് ഇനി അതിൽ നിന്ന് പുറകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് UDFൻ്റെ തീരുമാനം. വിമർശനങ്ങളുണ്ടാകുന്നു. ആ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം ഈ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകാൻ കേരള സർക്കാരിന് കഴിയില്ല എന്ന് തെളിയിക്കാൻ 2 ബുദ്ധിരാക്ഷസന്മാർ, 2 MP-മാർ പാർലമെൻറ്റിൽ ചോദ്യം ഉന്നയിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ വഹാബും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ ജബി മേത്തരും. PMC കരാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതിൽ നിന്ന് പിന്മാറാൻ കഴിയും? കൃത്യമായ ഉത്തരം വരുന്നു. PMC കരാറിൽ ഇതുവരെ ബൈൻഡിംഗ് ആയ ഒരു കരാറിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ഒപ്പിട്ടിട്ടില്ല. അതിൽ നിന്ന് പിന്മാറുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രൂപ പോലും കേരളം വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളൊരു വലിയ കാലഘട്ടവും ആ സമയത്ത് പ്രചരണമാണ്, അവരെന്തും പറഞ്ഞോട്ടെ. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിച്ച് UDF പറയുന്നൊരു കാര്യമാണ്, ഈ കരാറിൽ നിന്നും LDF ഗവൺമെൻറ് ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറാൻ നമുക്ക് കഴിയില്ല, അതിൽ പണം വാങ്ങിക്കഴിഞ്ഞു. ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോഴും സതീശൻ്റെ ഗവൺമെൻറ്റിന് പണം വാങ്ങിയെന്നാണ്. ഇതൊന്നും വേണ്ടല്ലോ. ഇതിൻ്റെ ഭരണഘടനാപരമായ നിയമപരമായ അവസ്ഥ ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, അവർ പരിശോധിച്ചപ്പോൾ അത് നോക്കിക്കാണുമല്ലോ. മുഖ്യമന്ത്രി വലിയൊരു നിയമ വിദഗ്ധനുമാണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കരാർ ഒപ്പിട്ടതിന് എന്തെങ്കിലും നിയമപരമായ പിൻബലമുള്ളതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൃത്യമാണല്ലോ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 299. 2 ഗവൺമെൻറ്റുകൾ തമ്മിൽ, അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലാണെങ്കിലും സംസ്ഥാനവും കേന്ദ്രവും തമ്മിലാണെങ്കിലും ഒരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ അതിൻ്റെ തലവന്മാർ ഒപ്പിടണം. ഒരു ഗവൺമെൻറ്റിൻ്റെ തലവനെന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയുടെ പ്രസിഡൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഗവർണറുമാണ്. എന്ന് വെച്ച് ഗവർണറും പ്രസിഡൻറ്റും നേരിട്ട് പോയി ഒപ്പിടണമെന്നല്ല. ദേ ക്യാൻ ഓതറൈസ്, അവർക്ക് ആളുകളെ അധികാരപ്പെടുത്താം. പക്ഷേ അത് സ്പെസിഫിക്കായി കൃത്യമായി അധികാരപ്പെടുത്തണം, ഇന്ന കാര്യത്തിന് വേണ്ടി അധികാരപ്പെടുത്തുന്നു. അങ്ങനെ ഒരു കരാർ ഉണ്ടായിട്ടില്ല എന്ന് വളരെ വ്യക്തം. ഇതിനടിസ്ഥാനത്തിലൊരു പണവും മേടിച്ചിട്ടില്ല എന്നർത്ഥം. കോടിക്കണക്കിന് രൂപ നമുക്ക് തരാനുണ്ടായിരുന്നത് ആ SSK ഫണ്ടിൽ ഇപ്പോഴും കിട്ടാനുള്ള പണമുണ്ട്. അതിലെ ഒരു ചെറിയ തുക അനുവദിച്ചതിനെ പറ്റിയിട്ടാണ് അതുമായി ഒരു ബന്ധവുമില്ലാത്ത PM ശ്രീയുടെ അടിസ്ഥാനത്തിൽ പണം വാങ്ങി എന്നിവർ പറഞ്ഞത്. ഇതൊക്കെ പോട്ടെ, ഇതിനൊക്കെ ഭരണഘടന എടുക്കണം, തുറന്നു നോക്കണം. അത്രയൊന്നും സതീശൻ ബുദ്ധിമുട്ടണ്ട. ഇതിനെ നിയമവ്യവസ്ഥകൾ മനസ്സിലാക്കാൻ LLB പോയിട്ട് 10ാം ക്ലാസ്സും ഗുസ്തിയും പോലും വേണ്ട. പക്ഷെ വേറൊന്നും ഒരു എല്ല് വേണം, അത് നട്ടെല്ലാണ്. യാഥാർത്ഥ്യം നേരെ വിളിച്ചു പറയാൻ, സത്യസന്ധമായ നിലപാടുകൾ പറയാൻ അതിനു വേണ്ടുന്ന എല്ല് നട്ടെല്ലാണ്. അതാണ് ഈ ഗവൺമെൻറ്റിനില്ലാത്തത്. യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെച്ച് പുകമറ സൃഷ്ടിച്ച് ഇനി തങ്ങൾ ചെയ്യാനിരിക്കുന്ന BJPയുടെ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തപ്പോൾ അംഗീകരിച്ചെടുത്ത കാര്യങ്ങളിൽ ഓരോന്നോരോന്നായി നടപ്പിലാക്കാൻ അതിനൊക്കെയും LDFൻ്റെ പുറത്ത് കുറ്റം ആരോപിക്കുകയും സംശയങ്ങളുടെ പുകമറുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് സതീശൻ്റെ ഒരു നയമായി മാറിയിരിക്കുന്നു. എല്ലാ കാലത്തും ഈ കളവുമായി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് പുറത്തു വന്നപ്പോൾ അതുവരെ മിണ്ടിയില്ലാരും. കൃത്യമാണ് വാർത്ത. UDF യോഗത്തിൽ LDF കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് ഇനി അത് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞ് ചർച്ച പോലും ഒഴിവാക്കാനെടുത്ത അതിഭീകരമായ സൂത്രമാണ്, അഭ്യാസമാണ് സാക്ഷാൽ സതീശൻ ചെയ്തതെന്ന് പത്രങ്ങൾ പറയുന്നു. അവിടെ ഒരു ചർച്ച പോലും ഉണ്ടാവാതിരിക്കാൻ, മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് കക്ഷികൾക്ക് ഇതിനെപ്പറ്റി അഭിപ്രായം പറയാനുള്ള അവസരം പോലും വരാതിരിക്കാൻ ഈ വിഷയം മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് തന്നെ LDF ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു, പണം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി അത് ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. എത്ര ഭംഗിയായിട്ടാണ് ഒരു കളവ് കാണിക്കുന്നത്.
നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖമുദ്ര ഇത് തന്നെയാണ്. മറ്റൊരു മുഖം, അത് BJPയുടെ ഒരു പ്രോക്സി ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇതിനു പുറകെ ഒന്നായി നമ്മൾ അതിൽ പലതിലും കാണുന്നുണ്ട്. എന്തിന്? അദ്ദേഹത്തിൻ്റെ നേതാവ്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് മുങ്ങിയത് നോക്കുമ്പോൾ പോലും അറസ്റ്റ് വരിക്കാതെ മുങ്ങിയ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നയമടക്കം എവിടെ നോക്കിയാലും മോഡിയുടെ മുന്നിൽ നേരെ നിൽക്കാൻ കഴിയാത്ത, BJPക്കെതിരെ നിലപാട് സ്വീകരിക്കാത്തത് കാണുന്നു. അതായത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വന്നു. അപ്പോൾ അവിടെ കത്ത് കൊടുക്കുകയാണ് ഗവൺമെൻറ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിൽ വാർഡൻ മുഖേന ഒരു കത്ത് തന്നാൽ ആ കത്ത് പരിഗണിച്ച് കോർപ്പറേഷൻ അത് ചെയ്യാൻ കഴിയും. ഇവരെ ഇത് ചെയ്യിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് അഴിമതി കഥകൾ അങ്ങോട്ട് പെറ്റു വീണില്ല. കുട്ടിയൊന്നും എഴുന്നേറ്റ് നിന്നില്ല. അതിനു മുമ്പേ തുടങ്ങിയിരിക്കുന്നു. ഹൗസിംഗ് ബോർഡിൻ്റെ സ്ഥലം, അത് മറൈൻ ഡ്രൈവിൽ കൊച്ചിൻ എക്കോ സിറ്റി എന്ന് പറയുന്ന വലിയൊരു പദ്ധതി LDF ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അത് ഏതെങ്കിലും സ്വകാര്യ കമ്പനിയുമായിട്ടല്ല LDF ഗവൺമെൻറ് കരാറിൽ വെക്കാൻ ആഗ്രഹിച്ചത്. മറിച്ച് ധാരണയുണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൺസെഷൻ കോർപ്പറേഷനാണ്. ആ കൺസെഷൻ കോർപ്പറേഷനുമായി ധാരണയുണ്ടാക്കുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൗസിംഗ് ബോർഡിന് 1200 കോടി രൂപ കിട്ടും. വലിയ ബൃഹത്തായ പദ്ധതിയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സുകളും അതേപോലെ തന്നെ റെസിഡൻഷ്യൽ ബ്ലോക്കും ഒക്കെ അടക്കം മറൈൻ ഡ്രൈവിൽ വിശാലമായ പദ്ധതി. അത് മാറ്റി ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കാൻ ചർച്ച ചെയ്യുന്നു, ധാരണയാക്കാൻ ശ്രമിക്കുന്നു. ആ സ്വകാര്യ കമ്പനി ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് 450 കോടി മാത്രമാണ്. കേരളം പോലെയുള്ളൊരു ചെറിയ സംസ്ഥാനത്ത് ഹൗസിംഗ് ബോർഡിന് 1200 കോടി കിട്ടുന്നിടത്തു നിന്നും അത് 450 കോടിയായി കുറയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ ഗവൺമെൻറ്റിന്. അതാണ് സ്ഥിതി. കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് E20 പെട്രോളുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. എന്താണ്? എത്തനോൾ ചേർക്കുന്നു. എത്തനോൾ ചേർത്ത് വാഹനങ്ങൾ ഓടിക്കാനുള്ള പെട്രോൾ ഉണ്ടാക്കിയാൽ അത് വാഹനങ്ങൾക്ക് കേടുവരുത്തും എന്നൊരു വാദഗതി ഒരു ഭാഗത്ത്, കിലോമീറ്റർ അതിൻ്റെ മൈലേജ് കുറയും എന്ന് വേറൊരു വാദഗതി. പക്ഷേ ഇങ്ങനൊരു പരിഷ്കാരം കൊണ്ടുവരുന്ന എന്തിനാണ്? നമുക്കത് മനസ്സിലാവുന്നില്ല. ഇത് വില പിടിച്ച് നിർത്താനാണെന്നാണ് പറയുന്നത്. പക്ഷേ വില പിടിച്ച് നിർത്താൻ വേണ്ടി ആ പെട്രോൾ ഇങ്ങനെ ഉപയോഗിച്ച് ആ വാഹനങ്ങൾ തന്നെ കേടാക്കുന്നൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിലത്തെ കഥകൾ കൂടി നമ്മൾ നോക്കണം. ആരാണിതുണ്ടാക്കുന്നത്? ചില കമ്പനികളുണ്ട്. ആ കമ്പനികൾക്ക് 22 രൂപ നിരക്കിൽ അരി കൊടുക്കാൻ തീരുമാനിക്കുന്നു FCI. FCI ഈ അരി വാങ്ങുന്നത് 37 രൂപയ്ക്കാണ്. 37 രൂപയ്ക്ക് അരി മേടിച്ച് പാവപ്പെട്ട ആദിവാസിക്കും അല്ലെങ്കിൽ പട്ടികവർഗക്കാരനുമല്ല കൊടുക്കുന്നത്, ദാരിദ്ര്യരേഖയ്ക്ക് കീഴേ കിടക്കുന്നവർക്കുമല്ല. കമ്പനികൾക്ക് അരി കിലോയ്ക്ക് 22 രൂപ വിലയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ 15,000 കോടി രൂപയുടെ അരി FCI ഇതിനകം നൽകിക്കഴിഞ്ഞിരിക്കുന്നു എഥനോൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 15,000 കോടി രൂപയുടെ അരി FCIയിൽ നിന്നും ഈ കേന്ദ്ര ഗവൺമെൻറ് ഇതുണ്ടാക്കുന്ന കമ്പനികൾക്ക് കൊടുത്തു. ഈ കമ്പനികൾ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാം കമ്പനികൾ ഏതൊക്കെയാണ്. വലിയ വലിയ കമ്പനികളാണ്. ബൽറാംപൂർ ചീനി മിൽസ്, ത്രിവേണി എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രീസ്, ശ്രീ രേണുക ഷുഗേഴ്സ്, EID പാരി, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, ഡാൽമിയ ഭാരത് ഷുഗർ. അപ്പോൾ ഡാൽമിയയും ബജാജും ഒക്കെ അടങ്ങുന്ന വലിയ വലിയ കമ്പനികൾ. ആ കമ്പനികൾക്ക് ഇങ്ങനെ എത്തനോൾ ഉണ്ടാക്കി ഇന്ന് എത്തനോൾ പ്രൊഡക്ഷൻ നടത്തുന്നവരാണ്. അവർക്ക് ഇതുപോലുള്ള അരി കൊടുക്കാനും അങ്ങനെ ആ കുറഞ്ഞ വിലയ്ക്ക് അരി മേടിച്ച് അതുപയോഗിച്ച് അവർ എത്തനോൾ ഉണ്ടാക്കി അത് പെട്രോളിൽ ചേർത്ത് അവർക്ക് അമിത ലാഭം ഉണ്ടാക്കാനുള്ള അവസരം കൃത്യമായി ഉണ്ടാക്കുന്നു. ഇതിനകത്തെ പേരുകൾ ആരൊക്കെയായിരിക്കും? അതിനെപ്പറ്റി പല പേരുകളും. അതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാനന് ശേഷം ഇനി വരാൻ പോകുന്നത് നിതിൻ ഗഡ്കരിയോ അങ്ങനെയുള്ള ആളുകളായിരിക്കുമെന്നൊക്കെ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത്. കേന്ദ്രം ഒരു സമയത്തും ഇവിടുത്തെ പാവപ്പെട്ടവനെ പറ്റി ഓർത്തിട്ടില്ല. പക്ഷേ അവർ ഒരിക്കലും മറക്കാറില്ല വലിയ കമ്പനികളെപ്പറ്റി എന്ന് നമുക്കറിയാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ കഴിഞ്ഞ 2-3 ദിവസമല്ല കാലങ്ങളായി തുടരുന്നതാണെങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഏറ്റവും വലിയ സംഭവം 24 മണിക്കൂർ കൊണ്ട് മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തു നിന്നും 60,000 ആളുകൾ സ്പെയിനിലേക്ക് കുടിയേറി എന്നുള്ളതാണ്. അത് കുടിയേറുന്നത് ഔദ്യോഗികമായ വഴി കൂടെ അല്ല, കടൽ കടന്നാണ്, കടൽ നീന്തിയാണ്. 8 കിലോമീറ്റർ കടലുണ്ട്. കുറേ പേരെ വള്ളത്തിൽ വല്ലാതെ എത്തിക്കും. പക്ഷേ തീരത്തേക്ക് കയറാനാവില്ല. അവിടുന്ന് അവർ നീന്തി വരുന്നു. 100 കണക്കിന് ആളുകൾ മരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം. ലോകത്ത് മനുഷ്യന് നിലനിൽക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾ എത്ര വലുതാണെന്ന് നമുക്ക് കാണാം.
അതൊരു ഭാഗത്ത് അത്തരം പോരാട്ടങ്ങൾ ലോകത്ത് നടക്കുന്നു. വേറൊന്ന് ക്യൂബയോട് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന സമീപനം, ഉപരോധങ്ങൾ. എന്തൊക്കെ കാര്യത്തിലാണ് ഉപരോധം എന്നറിയുമോ? ഉപരോധം മരുന്നിൻ്റെ കാര്യത്തിലാണ്, മരുന്നിൻ്റെയും ഫ്യൂവലിൻ്റെയും കാര്യത്തിലാണ്. ജനങ്ങളുടെ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ ആ നാട്ടിലേക്ക് ചെല്ലുന്നതിന് ഉപരോധം. അവിടെ ജീവൻ്റെ ആദ്യത്തെ ചലനം, വാഹനങ്ങൾ, അതൊക്കെ ഉപയോഗിക്കാനുള്ള ഫ്യൂവൽ. അപ്പോൾ ഏത് രീതിയിലും ഈ ലോകത്തെ ആകെ കഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ നിലപാടുകൾ നമ്മൾ കാണുന്നു. ക്യൂബയോട് പണ്ട് തൊട്ടേ സ്വീകരിക്കുന്നതാണ് ആ സമീപനം. ആ സമീപനവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം നമ്മുടെ രാജ്യം ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു. പുറത്ത് കണക്കുകൾ വരികയാണ്. ഇസ്രായേൽ ഇത്രയും വലിയ വംശഹത്യ നടത്തുകയും പാലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്യുന്ന ഇസ്രായേലിലേക്ക് വാഹനങ്ങളല്ല, മറിച്ച് ആയുധങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്, സ്ഫോടക വസ്തുക്കളാണ് കൊടുക്കുന്നത്. ഇന്ത്യ, ലോകത്ത് സമാധാനത്തിൻ്റെ ഏറ്റവും വക്താക്കളായ ഇന്ത്യ, ലോകത്തെ ഏറ്റവും അപകടകാരിയായ രാജ്യത്തിന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കൊടുക്കുന്നു. കയ്യിലൊരു തോക്ക് പോലും എടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട നിരവലംബരായ ജനങ്ങളെ കൊന്നൊടുക്കാൻ. വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് നമുക്ക് മുന്നിലുള്ളത്.